തിരുവനന്തപുരം എം പി ശശി തരൂർ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെക്കുറിച്ച് പുകഴ്ത്തി എന്ന് മാത്രമല്ല, കേരളം സ്റ്റാർട്ടപ്പുകൾക്കൊരു ഡൈനാമിക് സെൻ്ററാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ കാര്യത്തെ വേറൊരു ആംഗിളിൽ കാണുകയാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നു 254% വളർച്ച എന്നുള്ളത് തൊട്ട് മുമ്പുള്ള കോവിഡ് ഇയേഴ്സുമായി താരതമ്യം ചെയ്യുമ്പോഴാണ്, അതുകൊണ്ട് അത് വലിയ വളർച്ചയായി കാണേണ്ടതില്ല എന്ന് മാത്രമല്ല, ഈ ധനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തെക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ്. അതായത് നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ കേരളത്തെക്കാൾ കൂടുതൽ നിക്ഷേപം സ്റ്റാർട്ടപ്പുകളുടെ രൂപത്തിൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കേരളം ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ഏറ്റവും ഗംഭീരമാണ് എന്ന് പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല, അതൊരു PR എക്സർസൈസ് മാത്രമാണെന്ന് പ്രതിപക്ഷവും പറയുന്നു. ഒരു സംരംഭകൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം സത്യത്തിൽ കേരളത്തിലേത് വളരെ വളരെ മുന്നിലാണ് എന്ന് പറയണം. കാരണം കോവിഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാ വർഷവും തന്നെ 1000-ലധികം സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 6000-ലേറെയാണ്. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന് വിവിധ അന്താരാഷ്ട്ര ഏജൻസികളുടെ വിവിധ തരത്തിലുള്ള അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തെ കാണുന്നത് ഫണ്ടിങ് കിട്ടുക, സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവുക, ഫണ്ടിങ് കിട്ടുക, അത് വ്യത്യസ്ത തലത്തിലുള്ള ഫണ്ടിങ്, സീഡ് അല്ലെങ്കിൽ സീരീസ് എ അല്ലെ പ്രീ സീരീസ് ഫണ്ടിങ് കിട്ടുന്നത് മാത്രമല്ല സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തെ വിലയിരുത്താൻ നമ്മൾ എല്ലാവരും നോക്കേണ്ട ഒരു സംഗതി. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇക്കോസിസ്റ്റം എന്നുള്ളത് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവുക, ഫണ്ടിങ് ഉണ്ടാവുക, മാർക്കറ്റ് ഉണ്ടാവുക എന്നത് മാത്രമല്ല. ബേസിക്കലി നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ട, ചിലപ്പോൾ എല്ലാ സ്റ്റാർട്ടപ്പുകളും എല്ലാം ചെയ്യുന്നവരാവണമെന്നില്ല. ഞാൻ ഒരു 5 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പിനെ അല്ലെങ്കിൽ ചിപ്പ് മാനുഫാക്ചറിങ് സ്റ്റാർട്ടപ്പിനെ കണ്ടെത്തുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ AI ചിപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾ വരെ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സോഫ്റ്റ്വെയർ ഓറിയൻറ്റഡ് സ്റ്റാർട്ടപ്പുകളായിരുന്നു 2020 മുമ്പ് നമ്മൾ നോക്കിയാൽ കേരളത്തിലുണ്ടായതെങ്കിൽ, ബാക്കി ടെക്നോളജി, ഫുഡ്, മെഡിക്കൽ, ഒത്തിരി മേഖലകളിൽ പുതിയ സംരംഭങ്ങൾ, അതെല്ലാം വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നു എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല ഞാൻ കാണുന്നത്. പക്ഷേ ഒത്തിരി ഇനിഷ്യേറ്റീവ്സ് കേരളത്തിൽ നടക്കുന്നുണ്ട്. മുൻപ് കേരളത്തിലെ കുറച്ച് അതായത് കോളേജിൽ നിന്ന് ഇറങ്ങി ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ് സ്റ്റാർട്ടപ്പുകളിലേക്ക് മൂവ് ചെയ്തതെങ്കിൽ, ഇപ്പോൾ ഏത് കോളേജ് നോക്കിയാലും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനൽ ഇയർ സ്റ്റുഡൻസൊക്കെ 1-2 സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടാണ്. എല്ലാ കോളേജിലെയും ഫൈനൽ ഇയർ സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് 1-2 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ ഇനിഷ്യേറ്റീവ്സ് ഒത്തിരി നടക്കുന്നുണ്ട്. അതിനൊപ്പം സ്റ്റാർട്ടപ്പ് മിഷനും സർക്കാരും അതുപോലുള്ള മറ്റ് ഏജൻസികളും നമ്മുടെ നാട്ടിലെ തന്നെ ഏഞ്ചൽ നെറ്റ്വർക്കുകളും വലിയ തോതിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തെ വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംഗതിയായിട്ടല്ല ഞാൻ കാണുന്നത്. കേരളത്തിൽ മൊത്തത്തിൽ ഒരു അന്തരീക്ഷം ഇതിനകത്ത് മാറിയിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്, യാതൊരു സംശയവുമില്ല. അതിന് എല്ലാ ഘടകങ്ങളും, അത് ഞാൻ പറഞ്ഞ പോലെ ഫണ്ടിങ്, ഗവൺമെൻറ് ആസ് എ മാർക്കറ്റ് പ്ലേസ് എന്നുള്ള പദ്ധതി, അതുപോലെ ഗവൺമെൻറ് സപ്പോർട്ട് സിസ്റ്റം, അത് KFC, അതുപോലെ മറ്റ് ഫണ്ടിങ് ഏജൻസികൾ, അത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുപൂരകങ്ങളായ സ്റ്റാർട്ടപ്പുകൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. ചില മേഖലയിൽ ഇപ്പോൾ AIയിൽ സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ അതിൻ്റെ ചിപ്പ് മാനുഫാക്ചറേഴ്സ് കേരളത്തിൽ തന്നെയുണ്ട്. ഞങ്ങൾ വീഡിയോ കോൺഫറൻസിങ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പാണ്. ഞങ്ങളെപ്പോഴും ആഗ്രഹിക്കാറുള്ളത് കേരളത്തിൽ നിന്ന് ഒരു നല്ല സ്റ്റാർട്ടപ്പ്, ക്യാമറാസ് ഉണ്ടാക്കുന്ന സ്റ്റാർട്ടപ്പ് ഉണ്ടാവണമെന്നൊക്കെ. അതിലുമൊക്കെ ഇപ്പോൾ AI ക്യാമറയൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ നിന്ന് തന്നെ വന്നു കഴിഞ്ഞു. നമ്മുടെ നാട് ഒരു വലിയ ഇക്കോസിസ്റ്റമായിട്ട്, ഞാൻ ഈ പറഞ്ഞത് സ്റ്റാർട്ടപ്പിൻ്റെ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിൻ്റെ സൂചകങ്ങൾ എടുത്തുകൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ മൊത്തത്തിൽ യുവാക്കളുടെ ഇടയിലും കോളേജിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ ഇടയിലും പ്രൊഫഷണൽസിനിടയിലും ഒരു ചിന്താഗതി ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. ഒരു സ്റ്റാർട്ടപ്പ് ഏതെങ്കിലും ഘട്ടത്തിൽ പരീക്ഷിക്കണം, സ്വന്തമായൊരു സംരംഭം പരീക്ഷിക്കണം. അത് പരീക്ഷണം വിജയമാകുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് കണക്കുകൾ സ്റ്റാർട്ടപ്പ് മിഷൻ തന്നെ പലപ്പോഴും പറയാറുണ്ട്. 10% നമ്മുടെ വിജയസാധ്യത സ്റ്റാർട്ടപ്പുകളുടെ. അത് ലോകത്തെമ്പാടും 10% താഴെയാണ്. കേരളത്തിൽ അത് മെച്ചമാണെന്നാണ് ഞാൻ കാണുന്നത്. ആ തോൽവി പോലും കേരളത്തിലെ
അതായത് പരാജയപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾ പോലും വലിയൊരു പാഠവും കൂടെ നൽകിയിട്ടാണ് പോകുന്നത്. എന്ന് വെച്ച് ഈ പരാജയപ്പെട്ടവരാരും പിന്നോട്ട് പോകുന്നില്ല, അവരുടെ അടുത്ത സ്റ്റാർട്ടപ്പുകൾ പലതും വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു വലിയ മനോഭാവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് യാതൊരു തർക്കവും വേണ്ട അതിനകത്ത്. തീർച്ചയായിട്ടും.